വി എസ് രഞ്ജിത്തുണ്ട്. അവിടെ ഇരിക്കുന്നു വി എസ് രഞ്ജിത്തിൻ്റെ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഇന്നലെ മലപ്പുറത്തെ പൊതുയോഗം, ചന്തക്കുന്നിലെ പൊതുയോഗം നമ്മൾ കണ്ടതാണ്. മുതലക്കുളത്തും സമാനമായ രീതിയിൽ വലിയ ജനക്കൂട്ടം അൻവറിനെ കേൾക്കാൻ എത്തിയിട്ടുണ്ടോ? അൻവർ ഇന്ന് മുഖ്യമന്ത്രിക്ക് ദ ഹിന്ദുവിൽ നൽകിയ ഇൻ്റർവ്യൂവിനും മറുപടി നൽകുന്നു. മാമി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. ADGPയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. വേണ്ടി ഞങ്ങൾക്ക് ഊർജം തന്ന ജനങ്ങളെ സ്മൃതി, ഇന്നലെ നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമാണ്. ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിലധികം ആൾക്കൂട്ടം ഇവിടെ ഇല്ല. പക്ഷേ എങ്കിൽ കൂടി ഇത് കേവലം മാമി കേസ് എന്ന് പറയുന്ന വിഷയത്തിൽ PV അൻവർ ഇടപെട്ടു. ആ ഇടപെട്ട വിഷയത്തിൽ മാമി പറഞ്ഞ മാമിയുടെ തിരോധാനത്തെക്കുറിച്ചും അതിന്റെ അന്വേഷണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിൽ PV അൻവർ ഉറച്ചു വെക്കുന്നു. കുറച്ചുകൂടി കടന്ന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു മാമി കേസുമായി ബന്ധപ്പെട്ട് വിക്രമൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ADGPക്ക് കത്ത് കൊടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP കത്ത് നൽകി, മുഖ്യമന്ത്രി കത്ത് നൽകി. പക്ഷെ അന്ന് അന്വേഷണത്തിനൊന്നും സംഭവിച്ചില്ല. നിലവിലെ അന്വേഷണത്തിൽ ഒരു ചുക്കും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി. എന്നിട്ടും അതിൽ ഒരു അന്വേഷണവും ഉണ്ടായില്ല. മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നാണ് ADGP MR അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ മാമി കേസിനേക്കാൾ പ്രമാദമായ മറ്റൊരു കേസുണ്ട് എന്ന് പറയുന്നു. അത് പാനൂരിൽ ലഹരിക്കടിമപ്പെട്ട 17 വയസ്സുള്ള ഒരു കുട്ടി മയക്കുമരുന്ന് രോഗിയുടെ ഇടപെടൽ മൂലം മരണപ്പെട്ട വിഷയമായിരുന്നു. കുട്ടി മരിച്ചത് ലഹരി ഉപയോഗിച്ചതിന് മോചിതനായ ശേഷമാണ് എന്നും ആഷിറിന്റെ കുട്ടിയുടെ പേര് ആഷിർ എന്നാണ്. ആഷിറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് പുനരന്വേഷിക്കാൻ നിയമപോരാട്ടം നടത്തും എന്നും PV അൻവർ പറയുന്നു. അതുപോലെ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നുണ്ട് PV അൻവർ. പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് ഹിന്ദുത്വ ശക്തികളെ നേരിടുന്ന CPM എന്നാണ് അത് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് വളരെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നേരത്തെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെയൊക്കെ പോരാടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും RSS തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു പോരാട്ടം RSSന്റെ ഭാഗത്തുനിന്ന് CPMന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നാണ്. പക്ഷേ ഈ ഹിന്ദു പത്രത്തിന്, ഒരു ദേശീയ പത്രത്തിന് എന്തുകൊണ്ട് അദ്ദേഹം ഇൻ്റർവ്യൂ നൽകി എന്നുള്ളതാണ്. ഇവിടെ നാട്ടിലെ പത്രങ്ങൾക്ക്, മലയാള പത്രങ്ങൾക്കല്ല നൽകിയത്. അതിൽ ദുരൂഹതയുണ്ട്. അതാരെ കാണിക്കാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുപോലെ സ്വർണ്ണക്കടത്ത്, അതിൽ പ്രധാനപ്പെട്ട ആരോപണമാണ്. സ്വർണ്ണക്കടത്ത് ഒരു സമുദായത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. സമുദായം പറയാനല്ല താൻ വന്നിട്ടുള്ളത്. എങ്കിൽ കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ അതൊരു സമുദായത്തെ സ്വർണ്ണക്കടത്തിൻ്റെ സമുദായമായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കോഴിക്കോടിന് വലിയ പാരമ്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആ പാരമ്പര്യം മറന്നു പോകരുത് എന്നുള്ളതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെ കടക്കിൽ കത്തിവെക്കാൻ RSS ശ്രമിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. നേരത്തെ ഏക സിവിൽ കോഡ് വിഷയത്തിലും പൗരത്വ വിഷയത്തിലുമൊക്കെ നടത്തിയ CPMന്റെ ശ്രമങ്ങൾ അത് ആത്മാർത്ഥമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ആത്മാർത്ഥത ഇല്ല. നിലവിലെ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ ADGPയെ തിരുത്താനും മുഖ്യമന്ത്രിയെ തിരുത്താനും ഒക്കെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ ബന്ധപ്പെട്ടിരുന്നു. കോഴിക്കോട്ടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ കേസിലും മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഈ 1-2 കാര്യങ്ങളിൽ, ഇന്നലെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ 1-2 കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തത വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു പത്രത്തിൽ അദ്ദേഹം നൽകിയ അഭിമുഖത്തിന് പ്രധാനപ്പെട്ട ഒരു മറുപടി നൽകുന്നത്, ഈ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള അഭിമുഖം അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദേശീയ RSS പോലുള്ള സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഒരു ദേശീയ ദിനപത്രത്തിന് എന്തുകൊണ്ട് അദ്ദേഹം ഇത് നൽകി, ദേശീയ ദിനപത്രത്തിൽ അഭിമുഖം നൽകിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമായിട്ടും പറയാൻ സൂചിപ്പിച്ചത് ഈ മുഖ്യമന്ത്രി RSSന്റെ വക്താവായിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് PV അൻവർ പറഞ്ഞു വെക്കുന്നത്, ഇന്ന് ഇപ്പോൾ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട്. ആ അഭിമുഖം അത് മലയാളം പത്രങ്ങൾക്കോ അല്ലെങ്കിൽ മലയാളം മാധ്യമങ്ങൾക്കോ നൽകാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഹിന്ദു പത്രത്തിൽ നൽകുന്നതിൽ അത് എങ്ങോട്ടേക്കാണ് ഈ വാർത്ത കൊടുക്കുന്നത് എന്നുള്ളതാണ് അൻവർ മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം. ഒപ്പം മുഖ്യമന്ത്രി RSSനൊപ്പം നിൽക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളാണെന്ന് തുടങ്ങിയ നിരവധി ആരോപണങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ രീതിയിൽ നിലവിൽ CPMുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച അൻവർ ഇത്തരത്തിൽ മുഖ്യമന്ത്രി കൂടി കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ളത്.
ഈ മുഖ്യമന്ത്രിക്ക് ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്ത്, അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ ആക്രമിക്കുന്ന രീതി, ഒരു സമുദായത്തെ കുറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ടവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ സമുദായത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പ്രസ്താവന, മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്തുന്നതിനെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയൊക്കെ കാന്തപുരം വിഭാഗവും അതുപോലെ തന്നെ EK സുന്നി വിഭാഗവും ഒക്കെ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്തും സാമുദായിക ശക്തികൾക്കിടയിലുമൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ തോതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അത് ഇവിടെ ആവർത്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ മാമി തിരോധന കേസിന്റെ കമ്മിറ്റി ചെയർമാനാണ്. ഇന്നിപ്പോൾ PV അൻവർ നടത്തിയ പ്രസ്താവന അത് ഈ അന്വേഷണത്തെ എത്രത്തോളം സഹായിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, അന്വേഷണം നടത്തുന്ന ഏജൻസിക്ക് ഇതിനകത്ത് ശക്തമായ ഒരു ജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അന്വേഷണം വഴിതെറ്റി പോകാതെ മുന്നോട്ട് പോകാൻ അത് സഹായകരമാകുന്നതാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി തന്നെ ഇക്കാര്യത്തിൽ താല്പര്യം എടുക്കുമ്പോഴും കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് തോന്നുന്നത് ഈ അന്വേഷണത്തെ അത് കുറച്ചുകൂടി കാര്യക്ഷമമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ്. പൊതുജന അഭിപ്രായം രൂപപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ആൾക്കൂട്ടം വരികയും ചെയ്തു. അത് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ശരിക്കും പൊതുസമൂഹത്തിനിടയിൽ, പ്രത്യേകിച്ച് മീഡിയാസിൻ്റെ ഇടയിൽ പോലും തന്നെ കാര്യമായ ഒരു ചർച്ച നടന്നിട്ടില്ല. ഈ സമ്മേളനത്തോടു കൂടിയും അതുപോലെ തന്നെ അൻവർ MLA വെളിപ്പെടുത്തലുകളും അതിന് സഹായകരമായിട്ടില്ല. പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കുവാനും അവരുടെ ഇടപെടലിനും ഇത് സഹായകരമായി മാറിയിട്ടുണ്ട്. സ്മൃതി, ഇന്ന് പ്രധാനമായിട്ടും പോലീസിനെ കടന്നാക്രമിക്കാനാണ് PV അൻവർ ശ്രമിച്ചിട്ടുള്ളത്. ഈ മാമി തിരോധാനം മാത്രമല്ല, കോഴിക്കോട്ട് വടകരയിലെ മറ്റൊരു കേസ് പറഞ്ഞു, അതുപോലെ തന്നെ റിദാൻ വധക്കേസ് പറഞ്ഞു. അങ്ങനെയുള്ള നിരവധി കേസുകളിൽ പോലീസ് പല അന്വേഷണങ്ങളും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ADGP MR അജിത് കുമാർ അദ്ദേഹം ക്രൈമിൻ്റെ ചുമതല, ഈ ക്രമസമാധാന ചുമതല വഹിക്കുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. ഒരു ക്രിമിനൽ എന്ന് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് കൃത്യമായ കാര്യങ്ങൾ PV അൻവറിന്റെ പ്രസംഗത്തെ എങ്ങനെയാണ് കാണുന്നത്? കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും? സത്യമായിട്ടും തീർച്ചയായിട്ടും MLA വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു. പിന്നെ ആ ഫ്ലാറ്റ് കൈമാറ്റത്തെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ? വ്യക്തമായ തെളിവുകളില്ലേ? നടപടി എടുക്കുന്നില്ലല്ലോ. ADGPക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് MR അജിത് കുമാറിനെ ഒരുപക്ഷെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം, അങ്ങനെ കണ്ണിൽ പൊടിയിടാം, സസ്പെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള തെളിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്നത്തെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? PV അൻവർ കൃത്യമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ പറഞ്ഞു. പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മളെ ഈ ഉന്നയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ 2 ദിവസം കൊണ്ട് മാറും എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അതിലും ഈ അൻവർ തൃപ്തനല്ല എന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രസംഗം മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നില്ല, മറ്റു പല വിഷയങ്ങളിലും പോലീസിന്റെ നിസ്സംഗതയെക്കുറിച്ച്, പോലീസ് കൃത്യമായി അന്വേഷണം നടത്താത്തതിനെക്കുറിച്ച്, അങ്ങനെ പോലീസിനെ കടന്നാക്രമിക്കാനും ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിക്കാനും ഒപ്പം മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് മുസ്ലിം സമുദായത്തിനും അതുപോലെ മലപ്പുറം ജില്ലയ്ക്കും എതിരായിട്ടുള്ള നിലപാടാണെന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു. ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം അതിന് മറുപടി നൽകാൻ സ്വാഭാവികമായിട്ടും PV അൻവർ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും രഞ്ജിത്ത് അതിലൊരു വിശദമായ വിശകലനം നടത്തേണ്ടതുണ്ട്. കാരണം തന്നെ വർഗീയവാദിയാക്കുന്നു എന്ന PV അൻവർ പറയുന്നു. നേരത്തെ CPM-നെ പിന്തുണച്ചവരിൽ നിന്ന് പോലും ഇപ്പോൾ അൻവറിന് പിന്തുണ വരുന്നു. CPM-നെ വിമർശിക്കുന്നു, മുഖ്യമന്ത്രി വിമർശിക്കുന്നു. പ്രത്യേകിച്ച് സമസ്തയിൽ യുവജന വിഭാഗത്തിന്റെ പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരെ വരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം പിന്തുണകൾ അദ്ദേഹം ഒരു വർഗീയവാദിയായതുകൊണ്ടാണ് എന്ന രൂപത്തിൽ കൂടുതൽ ഊന്നാൻ CPM ശ്രമിക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ വിശകലനത്തിലേക്ക് വരേണ്ടതുണ്ട്.